നിങ്ങളിപ്പോൾ ഒരു വേൾഡ് ടൂർ നടത്തുക. അപ്പോൾ ലിത്വാനിയ എന്ന് പറഞ്ഞൊരു രാജ്യം ചൂസ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഇവിടെയുള്ളവരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഉത്തരം കാണുമായിരിക്കും, റോമിയോ ജൂലിയറ്റ്. അതാണല്ലോ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. പക്ഷേ ലിത്വാനിയൻസ് പറയും, ഞങ്ങളുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി റോമിയോ ജൂലിയറ്റ് അല്ല. എന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബീട്രൂട്ട് സൂപ്പാന്ന് പറയും. കോൾഡ് ബീട്രൂട്ട് സൂപ്പ്, പിങ്ക് ഫ്രഷ് ക്രീം എന്നും പറയും, അഥവാ പിങ്ക് സൂപ്പ് എന്നും പറയും. ഈ 2024 ഇവർ ആദ്യമായിട്ട് ഒരു പിങ്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ, അന്ന് ഏകദേശം 42,000 പേരാണ് ആ പിങ്ക് സൂപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വന്നത്. ഇന്നും നടന്നു ആ പിങ്ക് ഫെസ്റ്റിവൽ. ഞങ്ങളും പോയി. ഞങ്ങൾ അത്ര പ്രതീക്ഷയോടെ ഒന്നും പോയതല്ല, കാരണം നമ്മൾ കൾച്ചറായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായി. പക്ഷേ അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം വന്നത് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ക്യൂ നിൽക്കണം എന്നുള്ള രീതി വന്നു. ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യത്തിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. കാരണം ഈ പ്രാവശ്യം ഏകദേശം 1.5 ലക്ഷം പേര് വന്നെന്നൊക്കെയാണ് അവർ പറയുന്നത്. അറിയില്ല, റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. എന്തൊക്കെയാണല്ലോ എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു ഈ ഒരു പിങ്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നൊരു പരിപാടിക്ക് പോയത്. അവിടെയുള്ള എല്ലാവരും പിങ്ക് രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നത്. ഞാനും ഒരു പിങ്ക് ബനിയനൊക്കെ ഇട്ടാണ് പോയത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പിങ്ക് ഫെസ്റ്റിവലിനെ പറ്റി? നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മുടെ പേര് ഇവിടെ എഴുതി വെക്കാതെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനും എഴുതി വെച്ചു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.